ചാനലുകൾ, വാട്സപ്പ് ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം കുറേ പേര് ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഹായ്, നമസ്കാരം. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരെയും ഒരുപാട് റെസ്പോൺസസ് കണ്ടിട്ടാണ് നമ്മളിന്ന് ലൈവ് വരാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളിതിന് മുമ്പ് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെയ്ത സമയത്ത് ആളുകൾക്ക് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആവാൻ പറ്റിയാൽ നന്നാവും എന്നുള്ള അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈവ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം ആൻസർ പറഞ്ഞ് പോവാം. കുറേ പേര് ഹായ് അയച്ച് കാണുന്നുണ്ട്. ഹായ്, നമുക്ക് ഒരു വലിയൊരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്. മോംസ് ആൻഡ് വൈഫ്സ്, ആ പേര് തന്നെ ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പേരാണ്. ഞങ്ങൾ ഇതിനു മുമ്പതൊക്കെ സംസാരിച്ചതാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പേരാണ് മോംസ് ആൻഡ് വൈഫ്സ്. കാരണം നമുക്കറിയാം, നമ്മളെയൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ് നമ്മളെ അമ്മ. നമ്മളെ ലൈഫിൽ ഏറ്റവും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ് അമ്മയെന്നാണ് എല്ലാം തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് സിസ്റ്റർ ഉണ്ടാവുന്നു, സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് വലുതായൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭാര്യ ഉണ്ടാവും. പിന്നെ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ലേഡീസ്. രണ്ട് രീതിയിലും കണക്ട് ചെയ്യുന്ന അല്ലേ, രണ്ട് രീതിയിലും കണക്ട് ചെയ്യുന്ന ആൾക്കാർ. അതായത് അമ്മ ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര കണക്ഷനാണ്. ഒരു പ്രായം വരെ അമ്മ, ഒരു പ്രായം കഴിഞ്ഞാൽ ഭാര്യ. ഇത് രണ്ടും ഒരേ റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോംസ് ആൻഡ് വൈഫ്സ് എന്ന് പേരിടാനുള്ള റീസണ് അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ 2 പേരാണ് ഉദ്ദേശിച്ചത്. പിന്നീട് നമുക്ക് ആ പേരിൽ ഒരുപാട് മീനിങ് ഉണ്ടെന്ന് പിന്നീട് മനസ്സിലായി. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, പേരിടുമ്പോൾ ആയിക്കൂലല്ലോ എല്ലാ കാര്യങ്ങളും. പിന്നീട് അതിൻ്റെ മീനിങ് നമുക്ക് തന്നെ എന്താ പറയുക, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വന്നത്. എനിവേ അഖിലെ, പിന്നെ മെയിനായിട്ട് ഞാൻ എല്ലായിടത്തും കണ്ട അപ്ഡേറ്റ് വന്നുകൊണ്ടേ നിൽക്കുകയാണ് ആപ്പിൽ. അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി അഖിലെന്നെ കൊടുക്കുന്ന ബെറ്റർ. ഓക്കെ, അപ്പം ഇപ്പോൾ എല്ലാവരും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോഗ്രസ്, പിന്നെ ഒരു റോഡ് മാപ്പ് നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താ കൊണ്ടുവന്നെന്ന് വെച്ചാൽ, പല ആളുകളും ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്ന് കാണാനും, ഞാനിപ്പോൾ എവിടെ എത്തി, ഇനി എനിക്ക് എത്രത്തോളം പോകാനുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രസ് ലാഡറാണ് നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഫീച്ചറിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്ത്, ഞങ്ങളിത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇത് എന്താവും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കാരണം നമ്മൾ ഓരോ പുതിയ സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താവും അറിയില്ല, നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുവന്ന് അതിനുശേഷം നമ്മൾ കണ്ട റിസൾട്ട് ഭയങ്കര ഡിഫറൻസാണ്. കാരണം നമുക്കിവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. നമ്മൾ ഈ ഡാഷ്ബോർഡിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഈ ആപ്പിൽ നടക്കുന്നതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം മോണിറ്റർ ചെയ്തപ്പം ഒരുപാട് ആളുകൾ ആക്റ്റീവായി എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ സത്യം. ഞങ്ങൾക്ക് സാധാരണ ഒരു ദിവസം നമ്മളെ ആപ്പ് ഒരു 100ഓളം അല്ലെങ്കിൽ 200ഓളം ആൾക്കാരെ ഒക്കെ റെഫറൻസ് മാത്രമേ ഉണ്ടാവുന്നത്. 1500-2000 ആളുകളെ റെഫർ ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു കുഞ്ഞ് അപ്ഡേറ്റ് കൊണ്ടുവന്നപ്പോൾ വ്യത്യാസം വന്നു. നമുക്ക് ഡെയിലി വരുന്ന ഡൗൺലോഡ്സിൻ്റെ എണ്ണം വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആയി. അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ രണ്ടാമത്തെ ഷീറ്റ് ടാഗ് ആണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു മേജർ അപ്ഡേറ്റ് ആണ് ഷീറ്റ് ടാഗ്. ഷീറ്റ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു മിനി വെബ്സൈറ്റാണ്. നിങ്ങളൊരു വെബ്സൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ഷീറ്റ് ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊണ്ടുവന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കുറേ പേര് ഷീറ്റ് ടാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ ഷെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാവരും ചോദിച്ച വേറൊരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഞങ്ങൾ ഈ ഇട്ട പോസ്റ്റുകളൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന മേജർ അപ്ഡേറ്റ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള പിന്നെ ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് വിൽ കം സൂൺ. 28-ാം തീയതി നമ്മൾ ഫുൾ സ്വിംഗിൽ ലോഞ്ച് ആവും. അതിന് മുന്നേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഓരോ ഫീച്ചർ വീതം ഇറക്കി അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്ത് ഫീഡ്ബാക്ക് എടുത്ത് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒറ്റയടിക്ക് കൊണ്ടുവന്നിട്ട് അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി ആളുകൾക്ക് അതിനോട് ഒരു താല്പര്യം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് ഇതിങ്ങനെ റിലീസ് ചെയ്യുന്നത്. 100% ആയിട്ടുണ്ട്. ഓക്കെ, നല്ല ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷീറ്റ് ടാഗ് ഉണ്ടല്ലോ, ഷീറ്റ് ടാഗ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ടൂളാണ്. നിങ്ങൾ ഇ-കൊമേഴ്സ് സൈറ്റാണ് ആക്ച്വലി ഷീറ്റ് ടാഗ്. നിങ്ങൾ ബാഗ് ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ ബാഗിൻ്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ, നിങ്ങളുടെ ബാഗ് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്, നിങ്ങൾ ഏതൊക്കെ ലൊക്കേഷനിലാണ് സെല്ല് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളെ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി ആഡ് ചെയ്യാനും കാറ്റഗറി ആഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇപ്പോൾ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ അടുത്തുള്ള ആളുകളിലേക്കും ഈ ആപ്പ് യൂസ് ചെയ്യുന്ന മറ്റാളുകളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും.
അവിടെ നിന്ന് നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. അത് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് എന്താ പറയുക, ആ ഫുൾ ഫീച്ചർ ലൈവ് ആയിട്ടില്ല. ഫുൾ ഫീച്ചർ നമ്മൾ 28ാമത്തെ ലോഞ്ചോട് കൂടിയാണ് ലൈവ് ആവുക. അപ്പൊ തൊട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇന്നലെ പറഞ്ഞോണം കടന്റെ ഷട്ടർ ഇനി പൊക്കാനുണ്ട്, കടന്റെ ഷട്ടർ ഇനി പൊക്കാനുണ്ട്. അതിന് ചെറിയൊരു സമയം നമുക്ക് വേണം. നമ്മൾ അതിനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, 28ാം തീയതി എന്നാണ് ഒരു ഡേറ്റിൽ 6 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഷട്ടർ പൊന്തിക്കും. ഓക്കെ, ആ ഷട്ടർ പൊന്തിക്കുമ്പോൾ എന്തായാലും ഇത് ഒരു എന്താ പറയുക, ഒരു കൺവേർഷനാണ്. ഓരോ ആൾക്കാരെയും ജീവിതത്തിൽ ഓരോരോ അല്ലെ പുതിയൊരു തുടക്കത്തിലേക്കുള്ള കാര്യങ്ങളാണ്. കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ എൻ്റെ പരിമിതിയിൽ നിന്നിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾ ചെയ്ത കുറേ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഞങ്ങളിപ്പം ഈ പ്രൊഫൈലുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഓരോരുത്തരും അവരവരെ കഴിവും സ്കില്ലും അവരെ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ, അതായത് ഓൾറെഡി ജോലിയൊക്കെ ഉള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ സിസ്റ്റേഴ്സിനെയും ഉമ്മമാരെയും അതേപോലെ തന്നെ പിന്നെ ഭാര്യമാരെയൊക്കെ വളരെ മോട്ടിവേറ്റ് ചെയ്യുക. അവരെ കഴിവുകളൊക്കെ ഇനി ജനങ്ങളിലേക്ക് എത്തട്ടെ, അവർക്ക് ഏർണിങ്സ് ഉണ്ടാവട്ടെ. കാരണം അവർ ആ വീട്ടിലിരിക്കുന്ന ആ ഒരു ഫ്രീ ടൈമൊക്കെ അവർ യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ സാധ്യതകളൊക്കെ കണ്ടെത്തട്ടെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി ഇത് 2 ഓപ്ഷനാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. നമ്മളെ ആപ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ജോലി വേണ്ട ആളുകൾ, അവർക്ക് പിന്നെ ജോലി എനിക്ക് ഈ സ്കില്ലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടൈപ്പിംഗ് ജോബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ടൈപ്പിംഗ് ജോബ് ചെയ്യും, ഞാൻ 1 മിനിറ്റിൽ ഇത്ര വേർഡ്സ് ടൈപ്പ് ചെയ്യും, എനിക്ക് ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ ഫ്ലുവൻസി ഉണ്ട്, അല്ലെങ്കിൽ മലയാളം ടൈപ്പിങ്ങിൽ ഞാൻ പിന്നെ ചെയ്ത് പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. ഈ ടൈപ്പിംഗ് ജോലി നോക്കുന്ന ആളുകളും ഇതിനകത്തുണ്ട്. അവരിത് വന്നിട്ട് ഈ ടൈപ്പിംഗ് ജോലിയുള്ള ആളുകൾ ഇതിനകത്ത് ഹയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഞാൻ ഇത്ര രൂപയാണ് ഇതിന് പെർ ഹവർ ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർ വേർഡ് ഞാൻ ഇത്രയാണ് ചാർജ് ചെയ്യുന്നത്, TTPക്ക് ഇത്രയാണ് ചാർജ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവരെ കോസ്റ്റ് അവർ തന്നെ ഡിസൈൻ ചെയ്യണം. അതായത് ഇപ്പം അക്കൗണ്ട്സ് പഠിച്ച് ഒരു അക്കൗണ്ടിങ് ഒക്കെ കഴിഞ്ഞ് ടാലിയൊക്കെ കഴിഞ്ഞ ഒരാൾക്കാർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഫേമുകൾക്കൊക്കെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ പിന്നെ എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്താണോ നിങ്ങൾ അവേഴ്സിന് ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പാർഷ്യലി എന്താണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് പാർട്ട് ടൈമിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഈ എമൗണ്ട് തന്നാൽ ഞാൻ വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നൊരു സംഭവം. അതായത് അക്കൗണ്ട് എന്നല്ല, നമുക്ക് ഡാറ്റ എൻട്രി ഉണ്ട്, ഫോട്ടോഷോപ്പ്, അങ്ങനത്തെ ഡിസൈനിങ് കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ ജോലി സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളിതിന് മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നിങ്ങളാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്. ജോലി തരാൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ റെഡിയായി നിൽക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാർക്കൊക്കെ ഡാറ്റ എൻട്രി പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഇതേപോലെ വർക്ക് ഫ്രം ഹോം ഉള്ള ആളുകളൊക്കെ ഹയർ ചെയ്യലുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിന് തയ്യാറാവണം. ആ ഒരു തയ്യാറെടുപ്പാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം തയ്യാറാവാത്തത് കൊണ്ടാണ് പലരും ഇന്ന് വീട്ടിലായിപ്പോയത്, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടെക്കുന്ന കാര്യങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാതെ നാളെ മുതൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാവും. ഇതില് വേറൊരാളും കൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റംല ഉമറിന്റെ ചോദ്യമുണ്ട്. ജസ്റ്റ് ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. സ്ക്രാച്ച് ചെയ്യുമ്പോൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആണ് കാണിക്കുന്നത്. ആക്ച്വലി നമ്മൾ സ്ക്രാച്ച് കാർഡ് എന്ന് പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ്. അതിൽ 100% ഗിഫ്റ്റ് ഉള്ള സ്ക്രാച്ച് കാർഡ്സ് അല്ല. നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പോയിന്റ്സ് കിട്ടാം, ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ്സ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് ക്യാഷ് പ്രൈസ് ആയിരിക്കും കിട്ടുക. അത് പല രീതിയിലാണ് സെറ്റ് ചെയ്തത്. അത് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എങ്ങനെ ലാഡറിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേന്നിരിക്കും. അതൊരു എന്താ പറയുക, ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ ഈ പറയുന്ന സ്ക്രാച്ച് ആൻഡ് വിന്നിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലേ, അതേ മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ദിസ് ഈസ് ടു ക്രിയേറ്റ് ആൻ എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായും ഗിഫ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ പരമാവധി അതിനകത്ത് ഗിഫ്റ്റുകൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില കോയിൻസുകളിൽ, ചില സ്ക്രാച്ച് കാർഡുകളിൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് ബെറ്റർ ലക്ക് എന്ന് പറയും. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ ഗിഫ്റ്റുകൾ കിട്ടും. നിങ്ങൾക്ക് വീണ്ടും ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വൗച്ചേഴ്സ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 5000 കോയിൻസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, 10,000 കോയിൻസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, 1000 കോയിൻസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, പലതരത്തിലുള്ള പെർഫ്യൂംസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ സർപ്രൈസ്, യു ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് സർപ്രൈസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങളെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരോട് പറയുക, എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇതിപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ, പിന്നെ റംല പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കും ഞാൻ സ്ക്രാച്ച് ചെയ്താൽ എനിക്കൊന്നും കിട്ടില്ല എന്ന്. കിട്ടിയ ആളുകളുണ്ട്, അവരൊന്ന് എനിക്ക് കിട്ടിയതും കൂടി കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു.
അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അല്ല, റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അതായത് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഓരും ചെയ്തത് എന്തായിരിക്കും, ഒന്നെങ്കിൽ ഡാറ്റ അല്ലെങ്കിൽ അഡ്മിൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയല്ലേ ചെയ്തിട്ടുണ്ടാവുക. ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ കൊടുത്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ ക്വാളിഫിക്കേഷനുകൾ തിരിച്ചറിഞ്ഞാൽ മതി. റിസപ്ഷനിസ്റ്റ് അല്ലാന്നേ ഉള്ളൂ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണോ അവിടേക്ക് പ്രസന്റ് ചെയ്തത് ആ കമ്പനിയിലേക്ക്, അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അത് മാത്രമല്ല, നവീസിന്റെ ഒരു ചോദ്യമുണ്ട്, കേരളത്തിലുള്ളവർക്ക് ഒരു റേറ്റും അബ്രോഡ് ഉള്ളവർക്ക് വേറെ റേറ്റും കൊടുക്കാൻ പറ്റുമോ? USD ആണ് ഇപ്പൊ കൊടുത്തത് എന്നാണ് പറയുന്നത്. അത് നമ്മളൊരു ഫീച്ചർ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരാം. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമുക്ക് പിന്നെ ഇപ്പം ഒരു കറൻസിയാണ് അതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമുക്കത് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കറൻസി കൊണ്ടുവരാനുള്ള ഒരു ഫീച്ചർ അപ്ഡേറ്റ് ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യാം. അതായത് USD എന്ന് പറയുന്നത് അതൊരു ഗ്ലോബലായിട്ട്, അതായത് വേൾഡ് വൈഡ് ആണ് ഈ ആപ്പ് ഉള്ളത്. അപ്പം ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കറൻസി അവിടെ കൊണ്ടുപോയി കൊടുത്തത്. അപ്പം നമുക്ക് ഓരോ ലൊക്കേഷൻ ബേസിൽ നമുക്ക് ആ കറൻസി നമുക്ക് ചേഞ്ച് ചെയ്യാം. നിതിൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രൊഡക്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മോംസ് ആൻഡ് വൈഫ്സിൻ്റെ പ്ലാറ്റ്ഫോം ഫീ ഉണ്ടോ? നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഫീ ഇപ്പോൾ ചാർജ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളും വെൻഡർ മീൻസ് ബയറും സെല്ലറും തമ്മിൽ ഡയറക്റ്റുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമ്മളിപ്പോൾ യാതൊരു തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഫീ ഇതുവരെ നമ്മളത് വിചാരിച്ചിട്ട് പോലുമില്ല. ഇനി മുന്നോട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ. അത് മാത്രമല്ല, നസീമ ഇബ്രാഹിമിന്റെ ഒരു ചോദ്യമുണ്ട്, അത് നല്ല രസമുള്ള ചോദ്യമാണ്. ചോദിച്ചിട്ടുള്ളത്, ലൈസൻസ് കിട്ടിയാൽ മാത്രമാണോ ഇതിൽ നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുകയുള്ളൂ? ലൈസൻസ് വെച്ച് ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ നാളെ പറഞ്ഞതുപോലെ കഴിഞ്ഞ നമ്മളെ പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലൈസൻസ് ഉള്ള ആളുകൾക്ക് പിന്നെ ചില പ്രൊഡക്റ്റുകൾക്ക് ലൈസൻസ് വേണമല്ലോ, അല്ലെ? ഇന്ത്യയിലുള്ള പിന്നെ ചില പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് വേണമെന്നുണ്ടല്ലോ. UAE എന്തായാലും, അതായത് UAEയിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പം കേക്ക് അതേപോലെയുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതിന് പ്രത്യേക ലൈസൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ കോസ്റ്റ് 1200 ദിർഹംസ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കോസ്റ്റ്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വേണമെങ്കിൽ എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ. എന്തായാലും ആ ഒരു കാര്യം ആകില്ല ഒന്ന് നോട്ട് ചെയ്തോളാം. മൾട്ടിപ്പിൾ കറൻസി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ലൈസൻസിൻ്റെ കേസ് പറഞ്ഞതിൽ ചില പ്രോഡക്ട്സിന് ലൈസൻസ് വേണ്ട. അപ്പം ഫുഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫുഡ് പുറത്തുള്ള ഒരാൾക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിട്ട് ചെയ്യുക. കാരണം അത് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും ഒരു ലൈസൻസിന് അണ്ടറിൽ ചെയ്യുക. കാരണം നിങ്ങൾ കൊമേഴ്ഷ്യലി നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതൊരു റവന്യൂ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലൈസൻസുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് ശ്രമിച്ചാൽ എല്ലാ ലൈസൻസും നിങ്ങൾക്ക് എടുക്കാൻ അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സൊന്നും അല്ല. അതുപോലെ ഞാൻ ഓൺലൈൻ സെയിലർ ആണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? നസീം 11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ചോദിച്ചു. അതെ, ഡ്രസ്സ് സെയിൽ ചെയ്യുന്നത് അതാണല്ലോ നമ്മൾ ശരിക്കും ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പറയുന്നത്. ഡ്രസ്സ് നമുക്ക് സെയിൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നതേ കുറേയൊക്കെ അഖിലെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പ്ലാറ്റ്ഫോം ലൈവായി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ചെയ്തൊരു മോഡൽ കാണുമ്പോൾ കുറേയൊക്കെ ആളുകൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതെങ്ങനെയാണ് ഞാനിപ്പോൾ നോക്കുന്ന ഒരു അബായൻ്റെ പിന്നെ അബായ സെയിൽ ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ പിന്നെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഇതിൽ വന്നു ഓൾറെഡി. ഗിഫ്റ്റ് പാക്കിങ് ഒരുപാട് സാധനം നമ്മൾ ശരിക്കും ഷോക്കാകുന്ന പല പ്രൊഡക്റ്റുകളും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇത് ലൈവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഇതിൽ സെല് ചെയ്യണമെന്നും ഇതിൽ നിന്ന് എങ്ങനെ ഏൺസ് ഉണ്ടാക്കണം എന്നൊക്കെ, അതായത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് എനിക്ക് 100% കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് ലൈവ് ആവുകയും ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ലക്കി ഡ്രോൻ്റെ ഒരു ബട്ടണും അതേപോലെ തന്നെ ടിക്കറ്റിൻ്റെ ബട്ടണും മാത്രമേ കാണുന്നതുകൊണ്ടായിരിക്കും കുറേ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ. പിന്നെ ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ചിലപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ മതി. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ആപ്പ് ലൈവ് ആവട്ടെ. ലൈവായി കഴിയുമ്പോൾ കുറേ കാര്യങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഒഴിവായി കിട്ടും. എനിക്കെന്ന് അങ്ങനെ തോന്നുന്നത്. ഷജിനി ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ടിന്റെ കമന്റ് ആണ്. ഞാൻ ഷജിനി ഫ്രം കേരള, ആലപ്പുഴ, കായംകുളം. ഞാൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. എനിക്ക് വർക്ക് ചെയ്യാൻ ക്ലയന്റിനെ മസാജർ ഗ്രൂപ്പാണ് തരുന്നത്. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ എന്ന് ചോദിച്ചത്. അതായത് എല്ലാ ക്ലയൻസിനും ഇപ്പം ഇതിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ക്ലയൻറ്റിനെ മസാജർ ഗ്രൂപ്പ് അല്ല കൊടുക്കുന്നത്. ഇതൊരു സോഷ്യൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നേരത്തെ ദിൽഷാദൊക്കെ പറഞ്ഞ പോലെ നിങ്ങളിത് വൺസ് ഇത് ലൈവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇതൊരു നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ലിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളെ സ്കിൽസൊക്കെ ലിസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞ് ഇത് ലിസ്റ്റ് ചെയ്യുന്നു.
ആ ലിസ്റ്റ് ചെയ്ത അടുത്തുനിന്ന് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്ത ഇതേപോലത്തെ സർവീസസ് നോക്കുന്ന ആളുകളെ ഇതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരും. അതായത് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടും നമ്മൾ ക്യാമ്പയിൻ ചെയ്തിട്ടും നമ്മൾ ആഡ് ചെയ്തിട്ടും ഒക്കെ ഈ സർവീസസ് നോക്കുന്ന ആളുകളെ നമ്മൾ ഇതിനകത്തേക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കും. അത് മത്താർജർ ഗ്രൂപ്പ് കൊണ്ടുവരല്ല, മോംസ് ആൻഡ് വൈഫ്സിൻ്റെ ഒരു ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇതിനകത്തേക്ക് വരും. അവരാണ് നിങ്ങളെ ഹയർ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട ജോലി തരികയും ചെയ്യുക. അത് ഓരോ ജോലിക്കനുസരിച്ച് അതിൻ്റെ ചില ജോലികൾക്ക് ഭയങ്കര ഡിമാൻഡുള്ള ജോലിയായിരിക്കും, ചില ജോലികൾക്ക് ഡിമാൻഡ് കുറവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ബഡ്ജറ്റിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. ഒരു മാർക്കറ്റ് പ്ലേസിൽ എന്താണോ സംഭവിക്കുന്നത് അതേപോലത്തെ ആക്ടിവിറ്റീസ് തന്നെയായിരിക്കും സംഭവിക്കുക. എന്നിട്ടാണിത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടാവുക. അല്ലാതെ മത്താർജർ ഗ്രൂപ്പ് എല്ലാവർക്കും ജോലി കൊടുക്കും എന്നുള്ളതല്ല ഇതിനകത്തുള്ളൊരു കോൺസെപ്റ്റ്. അല്ല, അത് നമ്മൾ പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. പിന്നെ അഖില, ഇതിനകത്ത് മനസ്സിലാക്കാത്തത് അത് ചില കാര്യങ്ങളാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ രണ്ടാമത്തത്, പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഈ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ, അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് പ്രീപെയ്ഡ് ആണോ എന്നുള്ളത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു പിന്നെ ആളുകൾക്ക് അത് മനസ്സിലായാൽ അത് ഈ ഒരു സംഗതി മനസ്സിലാവാത്തതിൻ്റെ ബുദ്ധിമുട്ടാണത്. എന്തായാലും ഇതെല്ലാം നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആപ്പ് ലൈവ് ആയാലും മനസ്സിലാവും. പിന്നെ അത് എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഞാനത് ക്ലിയർ ആക്കി പറയാതെ. നിനക്ക് എന്തെങ്കിലും അതിൽ ഒരു പറയാനുണ്ടോ? അല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും നോക്കായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഒരു കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആണോ ചെയ്യേണ്ടത്? ആക്ച്വലി അത് നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ച് ഡിഫൈൻഡ് ആണ്. ആക്ച്വലി പ്രോപ്പർലി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രീപെയ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വാൻസ് വാങ്ങിയിട്ട് കൊടുക്കുക. ആ പേയ്മെൻറ്റ് ടേംസ് ഒക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് നിങ്ങളെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇപ്പം നമുക്ക് ഇപ്പം അതിനകത്തൊരു തീരുമാനം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതായത് ഇങ്ങനെ കൊടുക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവൂ എന്ന് നമുക്കതിൽ പറയാൻ പറ്റൂല. ഓക്കെ, അത് ഓരോ ആൾക്കാരെ ഓരോ പ്രോഡക്റ്റിന്റെ നാച്ചുറിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതെ, അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഫൈവറിൽ മലയാളം ടൈപ്പിംഗ് 2 വർക്ക് ചെയ്ത് കുറഞ്ഞ റേറ്റിലാണ് കൊടുത്തത്. അത് $20 ആക്കാതെ വിഡ്രോ ചെയ്യാൻ കഴിയില്ല. ഇതിൽ അങ്ങനെ ലിമിറ്റ് ഉണ്ടോ? അതായത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിത് മത്താർജർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മോംസ് ആൻഡ് വൈഫ്സ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്നില്ല. ഇപ്പം നിങ്ങളും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ജെയ്സലാണ് ഇതിനകത്ത് ബയറായിട്ടുള്ളത്, ഞാനാണ് ടൈപ്പിംഗ് സർവീസ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് ഡയറക്റ്റായിട്ട് എനിക്കാണ് തരിക. അല്ലാതെ മോംസ് ആൻഡ് വൈസിന് കൊടുത്ത് മോംസ് ആൻഡ് വൈസ് എനിക്ക് സെറ്റിൽ ചെയ്യുന്ന രീതിയല്ല. നമ്മൾ ഇതിന് നടുക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഡയറക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബയറെ കിട്ടുന്നു, നിങ്ങൾ ആ ബയറോട് ഡയറക്റ്റ് സംസാരിക്കുന്നു, ആ ഡീല് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന് നമ്മൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്യില്ല. ഫൈവർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു ഇൻ ബിറ്റ്വീൻ, ഒരു ഇടനിലക്കാരനായി നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാജി യശോധരൻ ഒരു കോമന്റ്, ഞാൻ ഫുഡ് മച്ചാലും ചെയ്യുന്നു, ബട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിടണോ? 95% എനിക്ക് ആയുള്ളൂ എന്ന് പറഞ്ഞു. വീഡിയോ അത് നേരത്തെ നമ്മൾ ഓൾറെഡി അതിനകത്ത് നമ്മൾ പിന്നെ യൂട്യൂബ് ചാനലിൽ തന്നെ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് എങ്ങനെ നിങ്ങൾക്ക് 95% ഉള്ളത് 100% ആക്കാന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ആക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ നിങ്ങൾ ഫുഡ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് ആളുകൾ അത് ശ്രദ്ധിക്കുകയും അതിന് നിങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്യും. അപ്പം ബെറ്ററായിട്ട്, എത്ര ബെറ്ററായിട്ട് നിങ്ങൾക്കത് കാണിക്കാൻ പറ്റുമോ അത്രയും ബെറ്ററായിട്ട് ഷോക്കേസ് ചെയ്യാൻ, നല്ല പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കുക, നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുക നല്ല വീഡിയോസ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, കുറെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന സംശയമാണ് 95% മാത്രമേ എനിക്ക് പ്രൊഫൈല് ക്ലിയർ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് റാഹില ഓൾറെഡി ചെയ്ത, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാഹില ഓൾറെഡി ചെയ്ത വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല വേറെ കുറച്ച് ആൾക്കാരുടെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണ്, ഇത് എങ്ങനെയാണ് ഈ OTP വരുന്നില്ലല്ലോ, OTP എവിടെ പോകുന്നു, ഈ OTP കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ കുറേ സംഗതികൾ പലരും സംശയമുണ്ട്. അതായത് ആപ്പ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് OTP എവിടെ പോകുന്നു, കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾക്ക് വന്നില്ല OTP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. OTPയുടെ പ്രശ്നം ഞാനും നേരത്തെ നമ്മൾ ടെക്നിക്കൽ ടീമുമായിട്ട് ഒരു ഡിസ്കഷൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ OTPയിൽ വന്നൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും ഇമെയിൽ അഡ്രസ്സ് അടിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇമെയിൽ അഡ്രസ്സ് അടിക്കുന്നതിൽ gmail.com എന്നുള്ളതിന് പകരം GAMIL എന്നുള്ളതൊക്കെ പറഞ്ഞ് തെറ്റിച്ചാണ് അടിക്കുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് അടിക്കുന്നത് ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക. 2, പല ആളുകളുടെയും പിന്നെ ഇതിനകത്തുള്ള ഇമെയിൽ അഡ്രസ്സിനകത്ത് സ്പേസ് ഫുള്ളായിട്ടുണ്ട്. ഫോട്ടോസൊക്കെ അപ്ലോഡ് ആയിട്ട് ജിമെയിൽ സ്പേസ് ഫുള്ളായിട്ട് ഇമെയിൽ പുതിയത് റിസീവ് ആവുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് മെയിൽ ബോക്സ്
പിന്നെ പ്രോപ്പറായിട്ട്, അതായത് 1-2 പ്രാവശ്യം ഈ OTP റീട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ OTP കംപ്ലീറ്റ് മീൻസ് അതിൻ്റെ ഏറ്റവും താഴത്തുള്ള OTP അടിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് OTP ആയിരിക്കും വന്നിട്ടാകുമ്പോൾ നിങ്ങളൊരു 3 മെയിൽ അടുപ്പിച്ച് വരുമ്പം താഴെ വരുമ്പോൾ ആ താഴത്തെ ഏറ്റവും ലാസ്റ്റ് വന്ന OTP അടിച്ചാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ. മാത്രമല്ല കുറേ പേര് ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമുക്ക് അഖിൽ ബ്രോയുടെ അടുത്ത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച സംഗതിയാണ്. ഞാനും റായിലേയും കൂടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളോട് വന്നിട്ട് ചോദിക്കുന്ന സംഗതി, ഈ പറയുന്ന ആപ്പുകളിൽ കുറേ അപ്ഡേറ്റുകൾ ദിവസം പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ എന്നും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്? മുഴുവനായിട്ടില്ലേ, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ലേ? അപ്പോൾ ഇത് നേരത്തെ തന്നെ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് മറ്റൊരു വേർഷനിലേക്ക് മാറേണ്ടി വരും, അതൊക്കെ തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ OTP ഇതിൻ്റെ ഈ അപ്ഡേറ്റിൻ്റെ കേസ് നമുക്ക് എല്ലാ ഫീച്ചറും കൂടി അറ്റ് എ ടൈം റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ആപ്പിനകത്ത് പുതിയ ഫീച്ചേഴ്സ് റിലീസ് ചെയ്യുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യണം. എല്ലാ ആൾക്കാർക്കും അത് ഫീസിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് എങ്ങനെ ആളുകൾ എടുക്കുന്നു നമുക്കറിയില്ല, ആൾക്കാർ എങ്ങനെ അത് മനസ്സിലാക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സ്ലോലി ഓരോ ഫീച്ചറും ആളുകളെടുക്കുന്ന ഫീഡ്ബാക്ക് എടുത്തിട്ടൊക്കെയാണ് നമ്മളിത് റിലീസ് ചെയ്യുന്നത്. വൺസ് എ ഷോട്ട് എല്ലാം കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് പിന്നെ നമുക്ക് ആ കൊടുക്കുന്ന സാധനം കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഷജിനി, നമുക്ക് താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വന്നതിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ നിർത്താൻ വേണ്ടി പറഞ്ഞതാണോ? അവസാനത്തിലാണ് നന്ദിയൊക്കെ വരാറ്. കുഴപ്പമില്ല. ഞാൻ ട്യൂഷൻ എടുക്കാനാണ് ഇൻട്രസ്റ്റ്, സോ അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്യുക. ആ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സ്കില്ലിന് ആവശ്യമുള്ള ആളുകൾ അവിടെ എത്തിക്കാനുള്ള ആക്ടിവിറ്റീസ് ഇനി വരും ദിവസങ്ങളിൽ, അതായത് നമ്മൾ ആപ്പ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരും ദിവസങ്ങളിൽ അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. നവീസ് ചോദിച്ചിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ബാങ്ക് ഡീറ്റെയിൽസിൽ സ്വിഫ്റ്റ് കോഡ് എന്ന് ചോദിച്ചത് എന്താണ്? IFSC കോഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പല ആളുകൾക്കും ഈ ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണാണ്. കാര്യം ഒരുപാട് ആളുകൾക്ക് ഇതെന്താണ് സ്വിഫ്റ്റ്, ചിലപ്പോൾ എല്ലാവർക്കും ഇത്രയും ടെക്നിക്കലി ഭയങ്കരമായിട്ട് നല്ല അറിവുണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സംശയങ്ങളുള്ളത് ഇതുപോലെ സംശയങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ചത് ക്ലിയർ ചെയ്യണം. നമ്മളൊരു പുതിയൊരു സംരംഭകരാവാൻ തുടങ്ങുന്ന ആൾക്കാരാണ്. മോംസ് ആൻഡ് വൈസ് അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കൊടുക്കുന്നത്. സോ നവീസിന് ഈ ചോദ്യം ചോദിച്ചതിന് ഞാനൊരു പ്രത്യേകം നന്ദി പറയുന്നത്. കാരണം നമ്മളും ഒക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നേ. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു ഉത്തരവുണ്ടാക്കി നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നവീസ് ചോദിച്ച ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസിൽ സ്വിഫ്റ്റ് കോഡ് എന്ന് ചോദിച്ചത് എന്താണ്? IFSC കോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ വിഡ്രോവലോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ആ വിഡ്രോവൽ കൊടുക്കാൻ നിങ്ങളെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചില സമയത്ത് നിങ്ങളെ വേറൊരു വെണ്ടർക്ക്, വേറൊരാൾക്ക് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർക്ക് നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ബാങ്കുകളാണെങ്കിൽ യൂഷ്വലി IFSC കോഡാണ് ഉണ്ടാവുക, ഇന്ത്യയിലുള്ള ആളുകളാണെങ്കിൽ. പക്ഷേ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങളടുത്ത് സ്വിഫ്റ്റ് കോഡാണ് ചോദിക്കുക. അതുകൊണ്ടാണ് അത് സ്വിഫ്റ്റ് കോഡും IFSC കോഡും. നിങ്ങൾ ഇന്ത്യയിലാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ IFSC കോഡ് കൊടുത്താൽ മതി. അതായത് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇന്റർനാഷണൽ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അവിടെ സ്വിഫ്റ്റ് കോഡാണ് അവർ യൂഷ്വലി സ്വിഫ്റ്റ് കോഡ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുക. വേറെ പ്ലേ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ചോദിച്ചുള്ള ചോദ്യമാണ്. പ്ലേ ബൈറ്റ് ചോദിച്ചാൽ ലക്കി ഡ്രോ കിട്ടിയാൽ വിന്നറിനെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാറ്? നമ്മൾ ലക്കി ഡ്രോ ലൈവായിട്ടാണ് ഇതിൻ്റെ ലക്കി ഡ്രോ ഉണ്ടായിരിക്കുക. നമ്മളെ ഷാർജയിൽ വെച്ച് നടക്കുന്ന 28ാം മെഗാ ആപ്പ് ലോഞ്ച് ഇവൻറ്റിലാണ് നമ്മുടെ ലക്കി ഡ്രോ കണ്ടക്ട് ചെയ്യുന്നത്. അന്നേ ലക്കി ഡ്രോൻ്റെ അന്ന് അവിടുന്ന് നമ്മളെ എല്ലാ ആളുകളും ഉള്ള വെന്യൂവിൽ വെച്ചിട്ട് ലൈവായിട്ട് ഓൺലൈനിലാണ് നമ്മൾ ലക്കി ഡ്രോ എടുക്കുന്നുണ്ടാവുക. ആ ലക്കി ഡ്രോയിൽ അന്നപ്പോൾ നിങ്ങളെ പേരും നിങ്ങളെ ഫോൺ നമ്പറുമാണ് വരുന്നതെങ്കിൽ അവിടുന്ന് ലൈവായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ലൈവായിട്ട് കോൺടാക്ട് ചെയ്ത് ഫോണിലൂടെ നിങ്ങളോട് ഇന്ന ആളാണോ, ആൾക്ക് നിങ്ങൾക്ക് ലക്കി ഡ്രോ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അങ്ങനെ തരുന്നു. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ലൈവ് കാണുക, ആ സമയത്ത് ഫോൺ പിക്ക് ചെയ്ത് ആൻസർ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഭാഗ്യശാലിയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. അതായത് റേഞ്ച് ഉള്ളിടത്തേക്കൊക്കെ കൃത്യമായിട്ട് നിന്നോളുക. ഈ യൂട്യൂബിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കും മോംസ് ആൻഡ് വൈഫ്സ് എന്നുള്ള നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് നമ്മൾ ടോട്ടൽ പ്രോഗ്രാം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമും കാണാം. ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആളുകൾക്ക് നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളത് ഇത് സ്കാമാണോ ഇത് എന്താണ്, തട്ടിപ്പാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമായിട്ട് അതിനെ
വളരെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും വിശ്വാസയോഗ്യരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ അവരുടെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഈ ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടത്തുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് കിട്ടുന്ന ആളെ ലൈവില്, വേറെ കുറെ സമയം എടുത്തിട്ടല്ല, ലൈവില് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ആ കാര്യത്തിൽ താങ്ക് യു സോ മച്ച് പറഞ്ഞിട്ടുണ്ട്. അതായിക്കോട്ടെ, കുഴപ്പമില്ല. ഷഫീന നാസർ, ഞാൻ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ലല്ലോ. ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇനിയും നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാം. അത് ഇനിയും നിങ്ങൾക്ക് കൊടുക്കാം. അതായത് സെറ്റിംഗ്സിനകത്തുള്ളൊരു ഫീച്ചറാണ്. അത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 40ഓളം ആളുകൾ നമ്മുടെ ഈ ഒരു ലൈവ് കാണുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, മോംസ് ആൻഡ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെവല്യൂഷണറി ആപ്പ്. അത് സ്ത്രീകളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിച്ച് നമ്മളെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരു സ്ത്രീ ശാക്തീകരണം, പല ആളുകളും പലവിധ പദ്ധതികളും എല്ലാ കൊല്ലവും നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായ തരത്തിൽ നമ്മുടെ വീടിനകത്തിരിക്കുന്ന ആളുകൾക്ക് വീടിൻ്റെ അകത്തെ സൗകര്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നേടാനും ഒരു സ്ഥിരവരുമാനം നേടാനും പറ്റുന്ന രീതിയിൽ അവരുടെ ഉള്ളിലുള്ള സംരംഭകരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്പാണ്. ഇതൊരു സോഷ്യൽ കൊമേഴ്സ് ആപ്പാണ്. പല ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് അല്ലേ, കുറേ ആളുകൾക്ക് അവരുടെ കഴിവുകളെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു ആപ്പ്. സോ ഒരുപാട് ആളുകൾ ഈ ഒരു ലൈവിൽ നമ്മുടെ കൂടെ വന്നു. ഇതുപോലെയുള്ള ഒരുപാട് സംശയങ്ങളും അതുപോലെ തന്നെ സജഷൻസും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ യൂട്യൂബ് ലൈവിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോ. ഞങ്ങളിവിടെ ക്രോസ് ഫയർ സെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്നും അഖിൽ ബ്രോനെ കൊണ്ടുവരാനുള്ള സാധ്യതയെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഷാന മിന്നു, വാലറ്റിൽ ക്യാഷായി വിഡ്രോവൽ ടൈം ആവുമ്പോൾ കൊടുത്താൽ പോരെയെന്ന്. വിഡ്രോവൽ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് 1 lakh കോയിൻസിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുക്കുക. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കോയിൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ലക്കി ഡ്രോയിൽ വീണ്ടും, അതായത് 10,000 കോയിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ടാവും. നിങ്ങൾ സ്ക്രാച്ച് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ക്രാച്ച് കാർഡിൽ ലക്കി ഉള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി അല്ലെങ്കിൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ നിങ്ങളുടെ പേര് ലക്കി ഡ്രോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട്. സോ ഗൈസ്, കുറേ പേര് UAE ഉള്ളവർക്ക് നാട്ടിലെ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ. നിങ്ങൾ ഏത് അക്കൗണ്ട് നമ്പർ കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് നമ്പർ കൊടുത്താൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നുണ്ടാവുക. എന്തായാലും ചോദ്യങ്ങളൊക്കെ ഇനിയും വരട്ടെ. നമ്മൾ ഓരോ ദിവസവും സംശയങ്ങളും സജഷൻസും ഒക്കെ പറഞ്ഞും ചോദിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകും. ഇത്രയും നേരം ഞങ്ങളെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ഏകദേശം ഒരുപാട് ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മോംസ് ആൻഡ് വൈബ്സിലെ യൂട്യൂബ് ചാനൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക. ഓരോ അപ്ഡേറ്റും വളരെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവെക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.